അമേസിങ് ഗുരുജി, അമേസിങ്. ഇങ്ങനൊരു പ്രോഗ്രാം ഞാൻ എൻ്റെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അന്ന് എനിക്ക് ഇവിടുന്ന് കിട്ടിയ ആ മെൻ്റൽ പവർ ഇതുവരെ ഒരിടത്തൊന്നും കിട്ടാത്തതാണ്. എല്ലാവരും ഇത് കാണട്ടെ, എല്ലാവരും ഇവിടെ വന്ന് ആ ഒരു നമ്മളെ അറിയട്ടെ, നമ്മളെന്ന് പറഞ്ഞാൽ സോളിനെ അറിഞ്ഞ് പ്യൂരിഫൈ ആവട്ടെ. പിന്നെ മനസ്സിലായി അതങ്ങനെയല്ല, ആ ദേവി തന്നെയാണ്, ആ പരാശക്തിയായിട്ട് പ്രപഞ്ചത്തിൽ മുഴുവനും വ്യാപിച്ചിരിക്കുന്ന ദേവി തന്നെയാണ് നമ്മുടെ ഉള്ളിൽ കുണ്ടലിനി ശക്തി എന്നുള്ള നമ്മുടെ ലൈഫ് ഫോഴ്സ് എനർജി ആയിട്ട് നമ്മുടെ മൂലാധാരത്തിൽ വസിക്കുന്ന എന്നുള്ളൊരു അറിവ് കിട്ടുവാണ്. പക്ഷേ ആ ഒരു പ്രസൻസ് നമുക്ക് കിട്ടുന്നില്ല, അറിവ് കിട്ടുന്നുണ്ട്. അങ്ങനെ വന്നു അറ്റൻഡ് ചെയ്യാൻ പറ്റി. ഇവിടെ വന്നപ്പോഴും 2 ദിവസം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഹോംലി അറ്റ്മോസ്ഫിയർ, നമ്മൾ ഫ്രീ ആവുകയാണ് ശരിക്കും പറഞ്ഞാൽ. നമ്മളെല്ലാത്തിൽ നിന്നും നമ്മൾ ഉദ്ദേശിക്കുന്ന എന്ത് ഒരു ഫീലിങ്ങിലേക്ക് വരാനാണോ നമ്മൾ ഉദ്ദേശിച്ചത്, അതേപോലത്തെ ഒരു നമ്മൾ കൂടി ചേർന്നവരെല്ലാവരും ആ ഒരു എനർജിയിൽ വന്നു. അപ്പോൾ ആ 2 ദിവസം എന്ന് പറഞ്ഞാൽ എങ്ങനെ കടന്നുപോയെന്നൊന്നും അറിയില്ല. വളരെ ആനന്ദത്തിലാണ് ഞാനിങ്ങനെ സംസാരിക്കുന്ന ആളല്ല. പക്ഷെ ഇന്ന് ഗുരുജിയുടെ അനുഗ്രഹം കൊണ്ടാണെന്നുണ്ട് വലിയൊരു മാറ്റം അത്. എന്നെ പൊതുവെ അന്വേഷിച്ചാൽ ഞാനൊരു അതൊരു ഇതും മിണ്ടാത്ത ആളാണ്, ടീച്ചറൊക്കെയാണ്, പക്ഷേ അങ്ങനെ സംസാരിക്കുന്ന ആളാണ്. പക്ഷേ ഗുരുജിയുടെ ഒരു ബ്ലെസ്സിങ്സ് ഇപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാം. താങ്ക് യു ഗുരുജി, താങ്ക് യു സോ മച്ച്. എല്ലാവരും ഇത് കാണട്ടെ, എല്ലാവരും ഇവിടെ വന്ന് ആ ഒരു നമ്മളെ അറിയട്ടെ, നമ്മളെന്ന് പറഞ്ഞാൽ സോളിനെ അറിഞ്ഞ് പ്യൂരിഫൈ ആവട്ടെ, അവർ ആനന്ദത്തിലേക്ക് വരട്ടെ, അവരുടെ സോളിനെ അറിഞ്ഞ് അവരൊരു എന്തിനാണോ നമ്മളിവിടെ വന്നിരിക്കുന്നതെന്നുള്ള ആ ഒരു പർപ്പസ് അറിഞ്ഞ്, എല്ലാം ഭൗതികവും വരും, ഭൗതികം നമ്മൾ ഈ ആത്മീയതയിൽ നമ്മുടെ ഉള്ളിലേക്ക് ആ ഒരു എനർജി വന്നു കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലുത്. ഭൗതികം എല്ലാം വരും, നമുക്ക് ആ ഒരു വിശ്വാസം നമുക്കുണ്ട്. നമസ്കാരം, എൻ്റെ പേര് പ്രദീപ് കെ നേനൻ. ഞാനൊരു മൈൻഡ് ട്രെയിനറാണ്. ഒപ്പം ഓഷോധാര റൂട്ടിൽ നിന്നും സന്യാസം സ്വീകരിച്ചിട്ടുണ്ട്. സ്വാമി പരിശുദ്ധാനന്ദ എന്നാണ് സന്യാസം നാമം. വർഷങ്ങൾക്ക് മുമ്പ് സ്പിരിച്വൽ റൂട്ടിൽ യാത്ര ആരംഭിച്ചാണ്. ഓഷോ ഹോം പൂനെയിൽ നിന്നാണ് ആദ്യമേ തുടങ്ങുന്നത്. അത് കഴിഞ്ഞ് ഓഷോധാരയുടെ റൂട്ടിലേക്ക് കയറി അവിടെ 9 ലെവല്, അതായത് ബ്രഹ്മനാഥ ദീക്ഷ കേട്ടിട്ടുണ്ട്, ബ്രഹ്മവെളിച്ച ദീക്ഷ കിട്ടിയിട്ടുണ്ട്, അമൃത സമാധി ദീക്ഷ കിട്ടിയിട്ടുണ്ട്, ഊർജ്ജ സമാധി വരെയുള്ള ലെവലൊക്കെ കഴിഞ്ഞിട്ടാണ് നിൽക്കുന്നത്. എന്നെ ഒന്ന് ചാർജ് ചെയ്യാൻ ഒരു രക്ഷയില്ല. എവിടെ പോകുന്നത് ഇങ്ങനെ ഞാനിങ്ങനെ ആലോചിച്ച് നിൽക്കുക. ഓരോ വർഷം ഇപ്പോൾ 2022, 2023, 2024 5 കൊല്ലമായിട്ട് ഇങ്ങനെ കെട്ടി നിൽക്കുന്ന ഊർജ്ജമെല്ലാം കൊണ്ട് എവിടെയെങ്കിലും കൊണ്ട് കളയണമല്ലോ. അതിനാരെ ഇപ്പോൾ എൻ്റെ ഒരു റേക്കി മാസ്റ്ററും കൂടെ ഉണ്ട്. അദ്ദേഹത്തിനോട് ഞാൻ ചോദിച്ചത് ആരുടെ എടുക്കണം, ധൈര്യമായിട്ട് യാഷായിട്ട് എടുക്കുക പോക്കോളാം പറഞ്ഞു. അങ്ങനെ കണ്ടിട്ട് ഒരു വേഷമൊന്നും ശരിയല്ലല്ലോ, ഒരു ചുമ്മാ ഒരു ജീൻസും ഒരു ജുബായും ഒക്കെ ഇടുന്നുള്ളൂ, സ്പിരിച്വാലിറ്റി ഒക്കെ ഉണ്ടോ എന്ന് ചോദിച്ച് ധൈര്യമായിട്ട് പോക്കോന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വക്കീലിൽ ഇതില്ലെന്ന് പറയുന്നല്ല, അപ്പീലില്ലെന്ന് പറയുന്ന പോലെ ഞാൻ നേരെ ഇവിടെ കഴിഞ്ഞോണം വന്ന് എനിക്ക് അന്നും എക്സ്പീരിയൻസ് ചെയ്ത് അന്നും ഞാൻ പറഞ്ഞിരുന്നു, ഇത്രയും സിസ്റ്റമാറ്റിക്കലായിട്ട് ആളുകളെ കൊണ്ട് ചെയ്യിക്കുക, ഒരു കോച്ചിങ് എന്നുള്ള നിലയിൽ ചെയ്യിച്ച് ആളുകളിൽ അതിൻ്റെ റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് അറിയാതെ, ഞാൻ എക്സ്പീരിയൻസ് ചെയ്യാതെ ഞാൻ ഒരാൾക്ക് ഫീഡ്ബാക്ക് കൊടുക്കില്ല. അതുകൊണ്ടാണ് അന്ന് ഞാനിങ്ങനെ വന്ന് നിന്നപ്പം പറഞ്ഞു എൻ്റെ വീഡിയോ എടുക്കരുതെന്ന് പറഞ്ഞു. ഇന്ന് ഞാൻ പറയും എടുത്തു, കാരണം ഞാൻ എക്സ്പീരിയൻസ് ചെയ്തു. ആ 21 ദിവസം, ഇന്നലെ ആയിരുന്നു ഇന്നാണോ, ഇന്ന് 21 ദിവസം അതിൻ്റെ പ്രാക്ടീസ്. അത് ചെയ്തപ്പോൾ എനിക്കുണ്ടായ ഫിസിക്കലി, മെൻ്റലി, ഫിനാൻഷ്യലി എല്ലാം വളരെ പോസിറ്റീവായിട്ട് എനിക്കത് ഫീൽ ചെയ്തി. അന്നേരം അടുത്ത കോഴ്സ് എന്നാണല്ലോ ഉണ്ടെന്ന് കേട്ടു. രണ്ടാമതൊന്നും ആലോചിച്ചില്ല, ഇന്ന് വന്ന് ഇത് 2 ദിവസത്തെ ഇത് ഇന്നർ ജേർണി ടു കുണ്ടലിനി. യെസ്, അമേസിങ് ഗുരുജി, അമേസിങ്. ഇങ്ങനൊരു പ്രോഗ്രാം ഞാൻ എൻ്റെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. കാര്യം ഞാൻ പറഞ്ഞില്ല, ധാരാളം ദീക്ഷകൾ കിട്ടിയിട്ടുണ്ട്. എല്ലാം എൻലൈറ്റൻ ഗുരുക്കന്മാരുടെ, ഓഷൻ അനിയൻ്റെ നിന്ന് വരെ ഡയറക്റ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ദിസ് ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ്. ഞാൻ കേരളത്തിലുള്ള എൻ്റെ സുഹൃത്തുക്കളോട് തരുന്നൊരു സജഷനാണ്, നിങ്ങൾ വേറെങ്ങും തപ്പിപ്പോകണ്ട. ഞാൻ ഗ്യാരണ്ടിയാണ് വരുന്നത്, ഇവിടെ വരാം, ഇവിടെ ഉണ്ടില്ല. അപ്പോൾ അത് എൻ്റെ ഗുരുജിയുടെ സത്യമായിട്ടും ഈ അനുഗ്രഹം തന്നെയാണെന്ന് എനിക്ക് പൂർണ്ണമായിട്ട് ഉറപ്പിക്കാൻ പറ്റും. കാരണം അന്ന് എനിക്ക് ഇവിടുന്ന് കിട്ടിയ ആ മെൻ്റൽ പവർ ഇതുവരെ ഒരിടത്തൊന്നും കിട്ടാത്തതാണ്. പക്ഷേ ഇതിനു മുന്നേ എനിക്ക് പല പ്രശ്നങ്ങൾ വന്നപ്പോൾ ഞാൻ ഓരോ ജ്യോത്സ്യന്മാരുടെ അടുത്ത് പോവുക, അല്ല അങ്ങനെ ഓരോ സജഷൻ എടുത്തപ്പോഴൊക്കെ എനിക്ക് ഈശ്വരാധീനം ഒരുപാടുണ്ട് എന്ന് എല്ലാവരും പറയുന്നുണ്ട്. പക്ഷേ ഈ ഈശ്വരാധീനം
നമ്മളിൽ ഉറഞ്ഞു കിടക്കുന്നത് എങ്ങനെ വെളിയിൽ കൊണ്ടുവരും, അതെങ്ങനെ എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ പകർത്തും എന്നുള്ള ഒരു അന്വേഷണത്തിലാണ് സത്യം പറഞ്ഞാൽ ഇവിടെ വന്ന് എത്തി നിൽക്കുന്നത്. ഈ സമയത്ത് ഈ പറഞ്ഞ പോലെ ബുദ്ധനോട് ചോദിക്കും, എന്താണ് അങ്ങേക്ക് എൻലൈറ്റ്മെൻറ്റിലൂടെ കിട്ടിയത്? അപ്പം ബുദ്ധൻ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ഈ പറഞ്ഞത്. എന്നുവെച്ചാൽ ബുദ്ധൻ പറഞ്ഞത്, എനിക്കൊന്നും തന്നെ കിട്ടിയിട്ടില്ല, പക്ഷേ എന്നിൽ നിന്ന് പലതും പോയി. നമ്മളിതുവരെയും പിടിച്ചു വെച്ച് നമ്മളായിരുന്നു, അല്ലെങ്കിൽ നമ്മളാണ്, നമ്മുടേതാണ് എന്നൊക്കെ പറഞ്ഞ് കൊണ്ടു നടന്ന പല കാര്യങ്ങളും പൊഴിഞ്ഞങ്ങ് പോയപ്പോൾ ഈ ഒരു പരമാനന്ദം, ഇപ്പോൾ ഈ മുഖത്ത് കാണുന്ന ആനന്ദം, ഇത് നമ്മൾ ഇന്നലെ വന്നപ്പോൾ കണ്ട ആളല്ല ഇത്. ഇപ്പം നിൽക്കുന്ന ഈ പരമാനന്ദത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റും. അതിലേക്ക് നിങ്ങളെ എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ നിയോഗം. ഒരു വൈബ്രൻ്റാണ്, ഇങ്ങനെ ഒരു വൈബ്രൻഷൻ എനിക്കത് മാറുന്നില്ല. ഇങ്ങനെ ഒരു എന്താണെന്ന് അറിയത്തില്ല, എന്തോ എനിവേ ഇനിയും അങ്ങോട്ട് ഗുരുജിയുടെ എല്ലാ ക്ലാസ്സുകളും അറ്റൻഡ് ചെയ്യാൻ ഈശ്വരൻ നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. നമുക്കിതിൽ നിന്നുണ്ടാകുന്ന വേറെ ഒരുപാട് കഴിവുകളും നമുക്ക് ആവശ്യമുള്ള എല്ലാം ഇതിൽ നിന്നും നമുക്ക് കിട്ടുന്നുണ്ട്. അത് നിങ്ങൾക്ക് ചെയ്ത് പോകെ മനസ്സിലാവും. അതിനെ സത്കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. എൻ്റെ അനുഭവം പറയുകയാണെങ്കിൽ എനിക്ക് ഒരുപാടുണ്ട്. അപ്പോൾ ഞാൻ ഒരിക്കൽ മുമ്പ് പറഞ്ഞൊരു അനുഭവം, വീട്ടിൽ ഒരിക്കലും എനിക്കുണ്ടാവാത്ത രീതിയിലുള്ള ഭയങ്കരമായ ഒരു ഇടിയും മഴയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ ഇടി താഴെ വെട്ടി അത്ര രീതിയിൽ ഞാൻ കേട്ടിട്ടില്ല. അമ്മാതിരി ഭയന്നു. എൻ്റെ മക്കളുമൊക്കെ ആദ്യമായിട്ട് അങ്ങനെ എൻ്റെ ലൈഫിലുണ്ടാകുന്നു ഈ അടുത്ത കാലത്ത്. എൻ്റെ മക്കളും ഭാര്യ എല്ലാം കൂടെ ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിക്കുക. അങ്ങനെയൊന്നും ഒരിക്കലും ഉണ്ടാവാറില്ല. അവരൊന്നും അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യുന്ന ആൾക്കാരല്ല, അങ്ങനെ ഭയമൊന്നും ഉള്ളവരല്ല. പക്ഷെ അത് അത്രമാത്രം അവസ്ഥ, രാത്രി ഭയങ്കരമായ. അപ്പോൾ ഞാൻ ആ സമയത്ത് പ്രാക്ടീസ് കഴിഞ്ഞ് എണീറ്റ് വന്ന് ബെഡിൽ വന്നിരിക്കുന്ന സമയമാണ്. അപ്പം ഞാൻ ഹയർ കോഴ്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എനിക്ക് ദീക്ഷ തന്നിട്ടുണ്ട്, അതൊരു വരച്ചൊക്കെ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് അതൊന്ന് ചെയ്യാൻ പാടുണ്ടോ എന്ന് അറിയില്ലെങ്കിലും ഒന്ന് ചെയ്തിട്ട് ഞാൻ പ്രപഞ്ചത്തോട് പറഞ്ഞു, എനിക്ക് കുറച്ച് നേരത്തേക്ക് ഇതിൽ നിന്നൊരു ആശ്വാസം തരാമോ, ഈ മഴ ഇടിയൊക്കെ കുറച്ച് ദൂരങ്ങളിലേക്കൊന്ന് മാറ്റി എനിക്ക് കുടുംബത്തിനെ ഒന്ന് സഹായിക്കാമോ എന്ന് ചോദിച്ചു. ഞാൻ അത് ക്ലോസ് ചെയ്യാവുന്നൊരു സമയം എടുക്കുമല്ലോ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ മഴയില്ല, ഒന്നുമില്ല, ശബ്ദം പോലും ഇല്ല. അത്രമാത്രം അത്ഭുതങ്ങൾ.